തൃശൂർ വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തൃശൂരിൽ നടക്കുകയാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകാനുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പെട്രോൾ പമ്പിൽ തീ പിടിക്കുണ്ടായ സൂരജ്, പെട്രോൾ പമ്പിൽ തീ പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. ആളപായമുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, നിലവിൽ ഇപ്പോഴും ഈ തീ കെടുത്താനുള്ള ശ്രമം അത് ഫയർഫോഴ്സ് തുടരുകയാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചുകൊണ്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇന്ന് 10 മണി കഴിഞ്ഞതിന് ശേഷം 10:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെട്രോൾ പമ്പിൽ ഈ അവിടുത്തെ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയും. പലപ്പോഴും ഈ ഇന്ധനം കലർന്ന വെള്ളമാണ് ഈ പുറത്തേക്ക് ഒഴുക്കുക. അങ്ങനെ ഇന്ധനം കലർന്ന വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് ഒഴുക്കുന്ന സമയത്ത് സമീപത്ത് ഒരു കടയിൽ തീ ഇട്ടിരുന്നു. ഈ ഓടയിൽ ഒഴുകിയ വേസ്റ്റ് വെള്ളത്തിൽ പടർന്നു പിടിക്കുകയും ആ ഇന്ധനത്തിൽ പകർന്നു പിടിക്കുകയും പിന്നീട് അത് പമ്പിലേക്ക് പകർന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ പെട്രോൾ ടാങ്ക് ഉൾപ്പെടെയുള്ള ഭാഗത്താണ് ഈ തീ വലിയ രീതിയിൽ ആളിക്കത്തിയത്. നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം ചേർന്നുകൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ റോഡിന്റെ അരികുവശത്തടക്കം ഈ ഇന്ധനത്തിന് തീ പിടിച്ചിട്ടുണ്ട്, ഒഴുകിയെത്തി ഇന്ധനത്തിന് തീ പിടിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഷൊർണൂർ തൃശൂർ റോഡിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഫയർഫോഴ്സ് എത്തി തീ കൂടുതൽ രീതിയിലേക്ക് അല്ലെങ്കിൽ തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഫയർഫോഴ്സ് പങ്കുവെക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ആ വേസ്റ്റ് വാട്ടറിലൂടെ തീ കത്തി വന്നതിന് ശേഷം, അതിലൂടെ ഒഴുകി ഇന്ധനത്തിലൂടെ തീ കത്തി വന്നതിന് ശേഷം പെട്രോൾ പമ്പിന്റെ ഭാഗത്ത് തീ ആളിക്കത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ശരി, തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.